ആശാനെ കണ്ണു തുറക്ക്. എടാ ഒരുത്തനല്ലേടാ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞത്. നീ 9 വരെ കൊണ്ടുവന്ന് അത് ഒരേ മുഖമുള്ളവന്മാരാ. അയ്യോ എന്തിനാ ഇത് കാണിച്ചത്? ആശാനെ അവൻ ഒരുത്തനേ ഉള്ളു. ഒരുത്തനേ ഉള്ള ഒറ്റയടിക്ക് ആശാന്റെ കണ്ണിന്റെ റെറ്റിന് പോയതാ. കണ്ണു തുറന്നു അങ്ങോട്ട്. എന്നെ കൈവച്ചില്ലടാ നീ. ആചാരെ അറിയാതെ പറ്റിപ്പോയതാ. ആളറിഞ്ഞ ഇവനെ കൊന്നേനായിരുന്നു. അതല്ല ആചാര്യനെ കൂടെ നിർത്തി ആചാര്യ എന്ത് തരും തരും തന്നോണ്ടിരിക്കുവാണല്ലോ. തന്നല്ലോ. അതല്ല ആചാര്യ എന്നും ഒരു താങ്ങായിരിക്കും. പിന്നെ ഞാൻ കൊലച്ചിരിക്കുന്ന വാഴയില്ല താങ്ങുണ്ടാക്കി തരാം. ആചാരെ അനുഗ്രഹിക്കണം. ആശാനെ എന്റെ പേര് രഘു. നല്ല പേര് കേട്ടാ. നല്ല പേര് നല്ല പേര്. എനിക്ക് ചെറിയ ചെറിയ മോഷണം, പിടിച്ചുപറി, ചെറിയ പോക്കറ്റടി ഇതൊക്കെയായിരുന്നു എന്റെ പരിപാടി. ആവോടാ ചെറിയ കാര്യങ്ങൾ. നല്ല പേന. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ചെലവും കാര്യങ്ങളും നടക്കത്തില്ലല്ലോ. അയ്യോ വിലക്കയറ്റ് ഭയങ്കര ജീവിക്കാൻ പറ്റൂല. ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ ഹൈടെക് ആവാൻ തീരുമാനിച്ചു. അതായത് കിഡ്നാപ്പിംഗ്, ട്രെയിൻ ഹൈജാക്കിംഗ്, ബാങ്ക് റോബറി, ATM റോബറി എന്ന് വേണ്ട സകല പരിപാടി. ഏയ്, ഇതൊക്കെ എന്തിനാടാ? ആ ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. ഇനി ഇംഗ്ലീഷ് സിനിമയുടെ പേര് വല്ലോണ. ഒരു കാര്യം ചെയ്യും. എല്ലാം അറിയാം. ഇന്നു ഊള്. അതൊക്കെ നമുക്ക് ചെയ്യാം. ആശാനെ അന്ന് ആദ്യം നമുക്ക് ബാങ്ക് റോബറി ഇറങ്ങിയാലോ? എന്തൊരു പൽപ്പറി പറിക്കണം. 2 ചാക്ക് പറിച്ചു കൊടുക്കാന്ന് പറ. 2 ചാക്കൊണ്ട് നമ്മളെ നമുക്ക് പറിക്കാം. നമ്മൾ കള്ളന്മാര് എണ്ണയും തേച്ച് കയറി പോകുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരിക്കലും നമ്മൾ കയറി ചെല്ലരുത്. കാരണം എണ്ണ തേച്ച് തിന്ന് അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അവരെടുത്ത് പൊരിക്കുമെന്ന്. ആശാനെ ഒരു മിനിറ്റ്, ഞാൻ വേറെ സംശയം ചോദിക്കട്ടെ. നമ്മൾ ഈ കള്ളന്മാര് ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? അയ്യോ അങ്ങനെ പറ്റരുത്. അങ്ങനെ ചെയ്യരുത്. ഒരു കിണ്ടെങ്കിലും കൈ കരുതണം. അതിന് ഇല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തോട് തന്നെ ചോദിക്കും, എടാ നീയൊക്കെ ആ വീട്ടിൽ കയറിയിട്ട് നിന്റെയൊക്കെ ഒരു കിണ്ടി കിട്ടിയില്ലടാന്ന് ചോദിക്കും. അവള് ചുളിപ്പോവും. അത് മോശമാണ്. കിണ്ടി കയ്യില്ലേ? 8:30 മണിയായി. അരമണിക്കൂർ 9. അനുമ്പിട്ട് ബോട്ട് ചെയ്യല് പ്ലാനെല്ലാം. ബോട്ട് ജെട്ടിയുടെ പ്ലാനുകളെല്ലാം എന്താ ചാനെ? ഇടാ പെട്ടെന്ന് പാടാ. അതായത് നിന്നെ ഞാൻ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്കെച്ചിങ് പ്ലാൻ. അതായത് നമ്മൾ ഇതുവഴി കയറുന്നു. അപ്പൊ ഏത് വഴി ഇറങ്ങണം ആശാനെ? ആദ്യം ഒന്ന് കേറ പറ്റി ഇതുവഴി കയറുന്നു. വളഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് മങ്കാത്തയുടെ വീട്. അയ്യോ പ്ലാൻ തിരിഞ്ഞു വിടാ. ഇതാണ് തങ്കമ്മയുടെ വീട്. തങ്കമ്മയുടെ വീടിന്റെ അടുക്കള വാതിൽ അവിടെ എത്തുമ്പോ നിങ്ങളും തങ്കമ്മയായിട്ട് എന്തെങ്കിലും ഏർപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലായിക്കോണം. നമ്മളെ വിളിച്ചോണ്ട് കൂട്ടി നിർത്താൻ നോക്കരുത് കേട്ടല്ലേ? അതല്ലത്. പിന്നെ ഇവിടെ തങ്കമ്മയുടെ ഈ അടുക്കളയുടെ അവിടെയല്ലേ മതില്. മതില് ഈ മതിലെടുത്തങ്ങ് ചാടണം. അപ്പോ ചാടല് ഇറച്ചി പട്ടികളെ കടിച്ച് പാടി വെച്ചാലും കണ്ടതാ. എടാ ഈ തങ്കമ്മയുടെ മതിലെടുത്ത് ചാടണം. ചാടാൻ പറ്റത്തില്ലല്ലോ. അവിടെ കടിക്കുന്ന പട്ടിയില്ല ആശാനെ. എടാ കന്നിമാസമല്ലേ, പട്ടികൾ ഡ്യൂട്ടിയിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഇടവഴി കഴിയുമ്പോഴത്തേക്ക് അവിടെയാണ് ജെട്ടി. ഈ തങ്കമ്മയുടെ മതിലും ചാടി ഈ പട്ടിയുടെ കടിയും കൊള്ളാതെ അവിടെ ചെല്ലുന്നത് ആശാന്റെ ഈ ഒരു കൂറ ജെട്ടി എടുക്കാനാണ്. അല്ല അറിയാൻ വയ്യാണ്ട് ചോദിക്കും. ഈ ജെട്ടിയുടെ മേളിലാണ് നമ്മുടെ സ്പോട്ട്. ജെട്ടിയുടെ മേളിലാണ് സ്പോട്ട്. അവിടെ എലാസ്റ്റിക് അല്ലേ വരുന്നേ? ഇവിടെ പോടാ. അവിടെ ബോട്ട് ജെട്ടിയുടെ കഥ പറയുമ്പോ നീ എലാസ്റ്റിക് പറഞ്ഞിരിക്കുന്ന ബാക്കി പറ. ഇവിടെ ഈ ബോട്ട് ജെട്ടി അവിടെയാണ് നമ്മുടെ ബാങ്ക്. ബാങ്കാ? പിന്നെ അപ്പൊ അവിടെ ക്യാമറ കാണത്തില്ല ആശാനെ? അതിനകത്ത് 1.5 മണിക്ക് നിന്റെ അച്ഛൻ വെച്ചിരിക്കുന്ന ക്യാമറ. ക്യാമറ അല്ലെന്ന്. പിന്നെ അവിടെ ക്യാമറ കാണത്തില്ല. അപ്പൊ നമ്മള് ബാങ്കിൽ അങ്ങനെ കയറും മോട്ടിക്കാൻ. ആര് മോട്ടിക്കാൻ പോണെന്ന്? ബാങ്കിൽ മോട്ടിക്കാൻ കയറണ്ടേ? എടാ ഇങ്ങനെ കേള്, ശ്രദ്ധിച്ച് കേള്. ഈ ബാങ്കിന്റെ ബാക്കിലാണ് നമ്മുടെ മോഹനന്റെ തട്ടുകട. അവിടെ പോയിട്ട് 3 ദോശ വെച്ച് മേടിക്കണം. ഓരോ സിംഗിൾ ആംപ്ലേറ്റ് മേടിച്ചോണ്ട് വരണം. പിന്നെ മുളയോമ്പൊന്നും ഇല്ലെങ്കിൽ നിന്നെ 2 ഞാൻ ഓട്ടിക്കും. ഇത്രയും പ്ലാനും വരച്ചിട്ട് ഒരു ദോശ ഞാനാണ് അവിടെ വരെ പോണത്. നമ്മളൊരു കാലി ചായ കുടിക്കാൻ പോലും നമ്മളിങ്ങനെ സ്കെച്ച് പ്ലാൻ വരച്ചിട്ടാണ് പോണത്. നമ്മളങ്ങനെ പോന്നെ. അച്ഛനെ ഒരു കാര്യം, ഇന്നത്തെ ക്ലാസ് ഇത് മതി. അവന്റെ ഇന്ന് ദക്ഷിണ എത്ര മേടിക്കണം? 501 മേടിക്കടാ. ഇന്നത്തെ ക്ലാസ് ഇതേ ഉള്ളൂ. അച്ഛന് ദക്ഷിണ കൊടുക്കണം. എത്രടാ? 501. 101 പോരെ? പോരാ. ഇനി ഇത്രയും പഠിപ്പിച്ചില്ലേടാ? സത്യം പറഞ്ഞ ഇത്രയും പഠിപ്പിച്ചോണ്ട് എനിക്ക് ആശാന്റെ അത് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹം എന്താടാ ആശാനെ? ഇരിക്കട്ടെ, അനുഗ്രഹിക്കണം. ആദ്യമായിട്ടാണ് 500 ഒറ്റ നോട്ട് ഞാൻ പോയിട്ടോ. നാളെ ക്ലാസ്. നാളെ അല്ലേ ക്ലാസ്? നാളെ വരണം. ഓക്കെ പോട്ടോ. ശരി. എടാടാ അവനെ വിളിച്ചാടാ. നാളെ നീ നേരത്തെ വരുമോ? നേരത്തെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ തന്നെ നോക്കണം. എന്നിട്ട് നീയാണ് ഇവിടുത്തെ ആശാൻ. ഈ പണി അറിയാത്ത ഇവനെ പിടിച്ച് എങ്ങനെ ആശാനാക്കും? ആര് പറഞ്ഞ പണി അറിഞ്ഞു വന്നു? എടാ എന്നെ പിടിച്ച് കറക്കിയിട്ട് എന്റെ കയ്യിൽ നിന്ന് പൈസയും മേടിച്ചിട്ട് എനിക്ക് തന്നെ ദക്ഷിണ ഇവനെ നമ്മൾ ആശാൻ. നാളെ മുതൽ നീ ഇവിടുത്തെ ആശാനും ഞങ്ങളെല്ലാരും നിന്റെ ഒരേ ഒരു ശിഷ്യന്മാരും. ആശാനെ